സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് കുതിച്ച് ഉയർന്നിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കരമായ രീതിയിൽ മീൻസ് ഉയർന്നിരിക്കുകയാണ്. എത്രയാണ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം കൂടിയേക്കാവുക എന്നുള്ള ഇന്ത്യയിൽ പറയാം. അതിനു മുമ്പ് പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഗോൾഡ് ഉയരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്നത് റിപ്പോർട്ടുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ സെയിൽസ് ഡിസപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് ഫ്ലാറ്റ് 0.0%, അതായത് ആ ഒരു ലെവലിലാണ് റീഡിങ് കാണിക്കുന്നത് ഏപ്രിലത്തെ എന്നാണ് വന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, ഗോൾഡ് ഇനിയും ഉയരും കേട്ടോ. ഗോൾഡ് ഉയർന്നുകൊണ്ടേയിരിക്കും. അതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശേഷം ന്യൂയോർക്ക് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് മിസ്സസ് എക്സ്പെക്റ്റേഷൻ എഗെയിൻ ഇൻ മെയ്. അതൊക്കെയാണ്. ന്യൂയോർക്ക് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും ആയില്ല. അതുകൊണ്ട് ഗോൾഡ് ഉയർന്നു എന്നുള്ള ഒരു തിയറി. പിന്നെ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളർ US CPI പ്രിൻറ്റ് ഗോൾഡിനെ ഉയർത്തി. പിന്നെ ഒരു തിയറി, ഡോളർ വീക്കായി, അതേപോലെ തന്നെ ഈൽഡ് ലോവറായി. അതിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് പിടിക്കാം, ഡോളർ വീക്കായത്. ബാക്കിയൊക്കെ ഇന്ത്യയിൽ ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓക്കെ, അതൊക്കെ മറ്റുള്ളതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാള കിടക്കും കയറോടും അതിനനുസൃതമായി വന്നതാണ്. അതാണ് ഇന്ത്യയിൽ അതിൽ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇന്ത്യയിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഗോൾഡ് ഉയർന്നിട്ട് ഇന്ത്യയിൽ പറഞ്ഞതായിരുന്നു കൂടും ഇന്ത്യയിൽ ഇങ്ങോട്ട് പറഞ്ഞു. എന്നാൽ തന്നെ ഡോളർ വീക്ക്നെസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡോളർ വീക്ക്നെസ് അല്ലെങ്കിൽ സിൻസ് 1971 ആയിക്കൊണ്ടേ ഇരിക്കുന്ന കാര്യം. ഓക്കെ, കഥകളിലേക്ക് ഇന്ത്യയിൽ പോകുന്നില്ല, കാര്യത്തിലേക്ക് വരാം. ഗോൾഡ് വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. ഗോൾഡ് ഉയരാനുള്ള പ്രധാന കാരണം ഇതൊന്നുമല്ല. ഓക്കെ, അത് ദുഃഖകരമായ കാര്യമാണ്. അതിൻ്റെ കാരണം അതായത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളാണ് കാരണം. ഓക്കെ, റഷ്യ ഉക്രൈൻ യുദ്ധവുമാണ് അതിന് കാരണം. അത് ഇന്ത്യയിൽ അതിന് ലൈവ് വീഡിയോസ് അതിൻ്റേതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ വിശദീകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഗോൾഡ് പ്രൈസ് പറയുന്നതിന് മുമ്പ് ഗോൾഡ് പ്രൈസ് പറയാം, എന്നിട്ട് പറയാം തത്വങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾ ദേഷ്യം പിടിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് $2369 $11.4 വർധനമാണുള്ളത്. നാളെ കേരളത്തിൽ ഏകദേശം ഒരു 160 രൂപ. ഇപ്പോൾ ഉള്ളത് 53,720 നാളെ 160 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് രാത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുലരുവോളം രാത്രി സഞ്ചരിക്കും, പുലർന്ന ശേഷവും സഞ്ചരിക്കും പകലായിട്ട്. അപ്പോൾ മാർക്കറ്റ് മാറി മറിയും. അപ്പോൾ ആ അപ്ഡേറ്റ് ഇന്ത്യയിൽ നിങ്ങൾക്ക് നൽകും. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ തത്വങ്ങൾ എന്തെങ്കിലും ഒരു തത്വം പറയണ്ടേ? അപ്പോൾ ഒരു തത്വം പറയുകയാണെങ്കിൽ താല്പര്യമില്ലാത്തവരൊക്കെ പോയിക്കോളി. നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശത്രുക്കളും വളരുമെന്ന് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സാറ് തൃശ്ശൂരിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു കോട്ട് ചെയ്താണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വളരുന്നതനുസരിച്ച് ശത്രുക്കളും വരും. അതായത് നിങ്ങൾ ബിസിനസ് മേഖലകൾ വലിയ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ എന്തൊക്കെ ആ ഒരു ലെവലിലുള്ള ശത്രുക്കളായിരിക്കും. മനസ്സിലാക്കുക. നിങ്ങൾ ലോ ലെവലിൽ പാപ്പരായി കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഉണ്ടായേക്കാം. എന്തായാലും ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ അതിൽ വീണ് പോകരുത്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഗോ ഫോർവേഡ്. ഓക്കെ, അത്രേ ഞാൻ പറയുള്ളൂ. അടുത്ത അപ്ഡേറ്റ് നമുക്ക് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ലൈവ് അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പോൾ ലൈവിൽ വരാം. നോക്കട്ടെ, നേരം ഉണ്ടായിട്ടുണ്ടോ, എന്തുണ്ടാവാതിരിക്കട്ടെ, സമാധാനത്തിലേക്ക് പോകട്ടെ.